തൊഴിലാളികൾക്ക് ഏറ്റവും ആവശ്യം വേണ്ട ഏറ്റവും നല്ല തൊഴിലാളികളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ബില്ലാണ് തൊഴിൽ നിയമ പരിഷ്കാരത്തിൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും എതിർപ്പ് പറയുന്നത് പോലെ ഇതൊരു സ്ഥിരം പല്ലവിയായി സർക്കാർ മാറ്റിയിരിക്കുകയാണ് കേരള ഗവൺമെൻറ്. തൊഴിലാളികൾക്ക് ആർക്കും തന്നെ ഇതിൽ പരാതിയില്ല. തൊഴിലാളി സംഘടനാ നേതാക്കൾക്ക് ചില ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ കോടാനുകോടി വരുന്ന ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള പ്രയോജനം കിട്ടുന്നതാണ്, നല്ല അനുകൂലമായിട്ടുള്ളതാണ്. ആ ലേബർ കോഡ് നിയമങ്ങൾ വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും. ദയവായി മാധ്യമപ്രവർത്തകർ അതൊന്ന് ശരിയായി വായിച്ചു നോക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും തൊഴിലാളി സമൂഹത്തിന് ഇല്ല. തൊഴിലാളികൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു നിയമമാണിപ്പോൾ വന്നിരിക്കുന്നത്. അല്ല, പ്രതിഷേധം, കേരളത്തിൻ്റെ പ്രതിഷേധം ആര് വിലവെക്കാനാണെന്ന്. കേരളം എന്തെല്ലാം കാര്യത്തിലൂടെ പ്രതിഷേധം നടത്തി. കേരളം ഇല്ല, അതിലൊരു കാര്യമില്ല. BMS അല്ല, ആരായാലും തൊഴിലാളി യൂണിയനുകളുടെ അഭിപ്രായം ജനങ്ങളുടെ അഭിപ്രായമല്ല. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ട്രേഡ് യൂണിയനുകൾ പറയുന്നതല്ല സത്യം. തൊഴിലാളി സമൂഹത്തിന് ഏറ്റവും നല്ല ഒരു നിലപാടാണ് ഈ നിയമപരിഷ്കാരത്തിലൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT തന്ത്രിമാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണം അതിനെങ്ങനെ കാണുന്നത്? തന്ത്രിമാരെ മൊഴി എടുക്കുന്നതിന് മുമ്പ് കടകംപള്ളി സുരേന്ദ്രനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. കാരണം തന്ത്രിമാരെ മൊഴി എടുക്കുന്നതിന് ഞങ്ങളാരും എതിരല്ല. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും എന്താ അറസ്റ്റ് ചെയ്യാത്തത്? അതുകൊണ്ട് തന്ത്രിമാരുടെ മൊഴിയെടുക്കുന്നതിന് മുമ്പ് കടകംപള്ളി സുരേന്ദ്രനെയും പ്രശാന്തിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തിട്ട് വേണം മറ്റ് നടപടികളിലേക്ക് പോകാൻ. ആദ്യം അറസ്റ്റ് ചെയ്ത പോറ്റിയും മുരാരി ബാബുവും കടകംപള്ളി സുരേന്ദ്രൻ്റെയും പ്രശാന്തിൻ്റെയും എല്ലാം കൃത്യമായിട്ടുള്ള പങ്കാളിത്തം ഈ കേസിൽ മൊഴിയായി നൽകിയിട്ടുണ്ട്. എന്താ അവരുടെ അടുത്തേക്ക് പോകാത്തത്? അവരുടെ അടുത്തേക്ക് ആദ്യം പോകണം. അല്ല, അത് അഴിമതി കേസിൻ്റെ അന്വേഷണത്തിൽ ആ നിലയിലുള്ള സമരമല്ല, മറ്റു തരത്തിലുള്ള സമരമാണ് വേണ്ടത്. പാർട്ടി പുറത്താക്കില്ലല്ലോ. പാർട്ടി പറഞ്ഞിട്ടല്ലേ പത്മകുമാർ ഈ കള്ളത്തരെല്ലാം കാണിച്ചത്. പത്മകുമാർ പിണറായി വിജയൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ, പിന്നെ എങ്ങനെ പുറത്താക്കും? അപ്പോൾ വളരെ വ്യക്തമല്ലേ, സംഘടിതമായ കുറ്റകൃത്യമാണ്. ക്ഷേത്രങ്ങൾ തകർക്കാനും അവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കാനും പാർട്ടി തലത്തിലെടുത്ത തീരുമാനമാണിത്. അതാണ് ശബരിമല സമരകാലത്ത് നമ്മൾ കണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ആ കാലത്ത് തന്നെയാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത്. വിശ്വസിച്ച് ഏൽപ്പിച്ചതിൻ്റെ പങ്ക് പാർട്ടിക്ക് എത്ര കിട്ടിയെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. അല്ല, ആ കാര്യം അതുകൊണ്ടാണല്ലോ ഒപ്പ് ശേഖരണം ഉൾപ്പെടെയുള്ള വലിയ സമരങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. അല്ല, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. സമരം ഞങ്ങൾ ശരിയായ നിലയിൽ നടത്തുന്നുണ്ട്. UDF എന്താ വേണ്ടാത്തത്? അതിനെപ്പറ്റി നിങ്ങൾ അന്വേഷിക്കുന്നില്ലല്ലോ. ഇപ്പോൾ സതീശൻ്റെ ഒരു വാക്കും കേൾക്കുന്നില്ലല്ലോ, ചെന്നിത്തല ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഞങ്ങൾ മാത്രമേ ഈ കാര്യത്തിൽ ശരിയായ ഒരു നിലപാടെടുത്തിട്ടുള്ളൂ.